ഇപ്പൊ എന്താ ഇവിടെ? അല്ല ഏട്ടാ, എന്നാലും ദിലീപേട്ട ഇപ്പൊ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആണ്. അപ്പൊ ശരിക്കും ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? സ്റ്റേജിലെയോ എന്തെങ്കിലും ഒരു രസകരമായ എന്തേലും വരണം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വരണം. അല്ല, ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാനുള്ളതൊന്നുമില്ല. കാരണം ദിലീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കലയ്ക്ക് വേണ്ടി ജനിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. കാരണം ഞാനൊക്കെ കല എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ആർട്ടല്ലേ? അതെ. അവസാനം ഇത് കറങ്ങി തിരിഞ്ഞിട്ട് ഏതോ ഒരു സ്ത്രീകല കല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ദിലീപിനെ കാണുമ്പോ തൊട്ട് ദിലീപ് ആ കലയോട് കാണിക്കുന്ന ആത്മാർത്ഥയെ കണ്ടിട്ട് ഞാൻ കൊതിച്ചിട്ടുണ്ട്. കലാരംഗം പറയണേ, വളച്ചൊടിക്കും. ദിലീപിനെ സംബന്ധിച്ച് ദിലീപ് ഒരു പ്രസ്ഥാനമാണ് സത്യം പറഞ്ഞാൽ. അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ദിലീപിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ദിലീപ് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. ഒരുപാട് കലാകാരൻ, ഞങ്ങളുടെ മിമിക്രി കലാകാരന്മാരിൽ പലരും ദിലീപ് കൂടെ നിർത്തി ദിലീപിനേക്കാൾ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ദിലീപ് കൊടുക്കുന്നുണ്ട്. എനിക്കൊക്കെ എൻ്റെ ഗോഡ് ഫാദർ, കാരണം എൻ്റെ അന്നദാതാവാണ് ദിലീപ്. ഞാൻ ബോംബെ ജീവിച്ചു വന്നവനാണ്. ഞാൻ ബോംബെയിൽ കലാപരിപാടിയും കാര്യങ്ങളും അവിടെ ജോലിയൊക്കെ ആയിട്ട് ജീവിച്ചിവിടെ വന്ന് എനിക്കിവിടെ ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ ഈ മിമിക്രിയൊക്കെ ആയിട്ട് ദിലീപിൻ്റെ കൂടെ നടക്കുമ്പോൾ എന്നെ കൈപിടിച്ച് കയറ്റിയത് സിനിമയിലേക്ക് ദിലീപാണ്. ഞാനത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപിനൊരു മോശപ്പേരുണ്ടാക്കാത്ത രീതിയിൽ തന്നെ ഞാൻ. നന്ദു എപ്പോഴും ഞങ്ങളുടെ മിമിക്രി നന്ദു നല്ല ഓർഗനൈസറാണ് എല്ലാം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നന്ദു നന്ദു ശരിക്കും സിനിമയിലെ ഈ പ്രൊഡക്ഷൻ്റെ ഏരിയയിൽ പോവും. അപ്പോൾ എനിക്കറിയില്ല അതിന്. അപ്പോൾ ഒന്നുമില്ല, അങ്ങനെ അന്നത്തെ ഏറ്റവും നല്ല പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഇന്നത്തെ എപ്പോഴത്തെ 7 Arts മോഹൻ. ഞാൻ മോഹനൻ്റെ അടുത്ത് പറഞ്ഞു, ഈ നന്ദുവിനെ ഒന്ന് കൂടെ നിർത്തുമോ? അപ്പോൾ ഈ നന്ദു പറഞ്ഞ വാക്കതാണ്. ഞാൻ പറഞ്ഞു, ഒരു ചാൻസേ ഉള്ളൂ, പിന്നെ നിന്റെ കഴിവാണ്. ആ നന്ദുവിന്റെ കഴിവ് ഉപയോഗിച്ചപ്പോൾ പ്രിയൻ സാറിന്റെ പടമൊക്കെ അല്ലേ കൺട്രോളറായിട്ട് നന്ദു വർക്ക് ചെയ്തത്. ഇപ്പൊ 2 Countries ആദ്യമേ കിട്ടിയ പടം തന്നെ മലയാളത്തിലെ നമ്പർ 1 പടമാണ് ലൈല. ജോഷി സാറിന്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. അതിനുശേഷം ജോഷി സാറിന്റെ എല്ലാ പടങ്ങളും ചെയ്യാൻ സാധിച്ചു. പ്രിയൻ സാറിന്റെ പടം 2 Countries നന്ദു അല്ലേ? അതെ, 2 Countries ഒരുപാട് പടങ്ങൾ. അല്ല, ഞങ്ങളുടെ ഏറ്റവും ഓർമ്മ എന്താണെന്നറിയോ, വെട്ടത്തിൽ ആ ഒരു ട്രെയിനിനകത്തൊരു സീക്വൻസ് ഉണ്ട്. അതായത് നമസ്കാരം, അത് അവിചാരിതമായിട്ടുണ്ടായതാണ്. അതായത് ഞാൻ റൺവേ എന്നൊരു പടത്തിന്റെ ലൊക്കേഷൻ നോക്കാനായിട്ട് പൊള്ളാച്ചി പോയതാണ്. അത് കഴിഞ്ഞ് ഞാനുണ്ടായിരുന്നു, ആൽവിൻ ആൻഡി ഉണ്ടായിരുന്നു, മരിച്ചുപോയ ഉണ്ണി രൂപവാണി എന്ന് പറഞ്ഞൊരു പ്രശ്നം കണ്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേര് തിരിച്ചു വരുമ്പോൾ ദിലീപ് എന്നെ പെട്ടെന്ന് വിളിക്കുക, നീ ധൃതിയില്ലെങ്കിൽ പോകണ്ടെങ്കിൽ വന്നാലൊരു സീൻ ചെയ്യാമോ? ഞാൻ അങ്ങനെ പെട്ടെന്ന് 2 കൽപ്പിച്ച് ഓടി ചെന്നു, കണ്ടു. രാവിലെ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു. ദിലീപ് അതിന് കൗണ്ടർ പറയാൻ തുടങ്ങി. ആ കൗണ്ടർ വർക്കൗട്ടായി. പ്രിയൻ സാറും ദിലീപും കൂടെ വർക്കൗട്ട് എടുത്ത സാധനമാണത്.